Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of speculative transactions. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനെ കുറിച്ചാണ്. ഓക്കെ, സ്പെക്കുലേഷൻ എന്താണെന്ന് പറയാം. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസും സ്പെക്കുലേഷൻ എന്താണെന്ന് നോക്കാം. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ട്രേഡിംഗ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻവോൾവിങ് ഹൈ റിസ്ക് ഇൻ എക്സ്പെക്ടേഷൻ ഓഫ് significant return. The motive is to take maximum profit from the fluctuations in the market. അപ്പോൾ നമ്മൾ പറയണമെങ്കിൽ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിലെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ റിസ്ക് ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ ട്രേഡ് ചെയ്തിട്ട് റിട്ടേൺ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പെക്കുലേഷൻ എന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? മാർക്കറ്റിലെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒബ്സർവ് ചെയ്തിട്ട് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈ റിസ്ക്കുള്ള ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഇൻസ്ട്രുമെൻറ്റ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ പറയുന്നത് സ്പെക്കുലേഷൻ എന്നാണ്. അപ്പോൾ സ്പെക്കുലേഷൻ ഇൻവോൾവ്സ് സം ഓഫ് ദി ആക്ടിവിറ്റീസ്. ഏതൊക്കെയാണ്? ലോങ് ബൈയിങ്, ഷോർട്ട് സെല്ലിങ്, റിഗ്ഗിങ്, കോർണറിങ്, എക്സ്ട്രാ. അതിൽ ചില ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണെന്ന്. ലോങ് ബൈയിങ്ങും ഷോർട്ട് സെല്ലിങ്ങും ഞാൻ പറഞ്ഞതാണെങ്കിലും ഇപ്പോൾ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കയ്യിലില്ലാതെ സാധനങ്ങൾ വിൽക്കുക. ലോങ് ബൈയിങ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യാതെ വിത്തൗട്ട് പർച്ചേസാണ്. പർച്ചേസ് ചെയ്യൂല, പക്ഷേ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് പർച്ചേസിന് വേണ്ടിയിട്ട്, അതാണത്. അപ്പോൾ അത്തരം ഇതല്ല. അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓപ്ഷൻ ഡീലിങ്സ്. ഓപ്ഷൻ എന്താണ്, കോൾ ഓപ്ഷൻ എന്താണ്, പുട്ട് ഓപ്ഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഓപ്ഷൻ ഡീലിങ്സിൽ എന്താണ് ഓപ്ഷൻ. ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെക്കുലേറ്റർ, ഒരു ട്രേഡർ ഓപ്ഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബൈ ഓർ സെൽ ദ അണ്ടർലൈങ് അസറ്റ് ഓൺ ഓർ ബിഫോർ എ ഗിവൺ ഡേറ്റ് ഓഫ് അറ്റ് എ ഫിക്സഡ് പ്രൈസ്. ആ ഫിക്സഡ് പ്രൈസിന് സാധനം, ആ അണ്ടർലൈങ് അസറ്റ് ഒന്നുകിൽ ആ ഡേറ്റിന് അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ഡേറ്റിന് ആ സാധനം വാങ്ങാനോ വിൽക്കാനോ ഉള്ള റൈറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ എന്ന്. ഓപ്ഷൻ ഗീവ്സ് ദ റൈറ്റ് ടു ബൈ ഓർ സെൽ ദ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റ് അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റുകളായിട്ടുള്ള സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ആ സെക്യൂരിറ്റീസിനെ വിൽക്കാനും വാങ്ങിക്കാനുമുള്ള റൈറ്റ് കിട്ടുക അറ്റ് എ ഫിക്സഡ് പ്രൈസിന് ഓൺ ഓർ ബിഫോർ എ ഗിവൺ ഡേറ്റിന്. അങ്ങനെ റൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എന്ന് പറയും. ഒരു റൈറ്റ്, അവകാശം കിട്ടുകയാണ്. കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വാങ്ങിച്ച ഹോൾഡറിന് റൈറ്റ് ടു ബൈ, CBC എന്ന് ആലോചിച്ചാൽ മതി. റൈറ്റ് ടു ബൈ കിട്ടണമെങ്കിൽ, ഒരു സെക്യൂരിറ്റി വാങ്ങിക്കാനുള്ള റൈറ്റ് കിട്ടുകയാണെങ്കിൽ അതിന് നമുക്ക് എന്താ പറയുക? ബൈ കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ ഇഫ് ദ ഓപ്ഷൻ ഗീവ്സ് ദ ഓപ്ഷൻ ഹോൾഡർ ഗീവ്സ് എ റൈറ്റ് ടു ബൈ ദ സെക്യൂരിറ്റീസ് അറ്റ് എ പ്രീഡിറ്റർമിൻഡ് റൈറ്റ് ഈസ് കോൾഡ് കോൾ ഓപ്ഷൻ. അപ്പം നമ്മൾക്ക് പ്രീഡിറ്റർമിൻ റേറ്റിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു സെക്യൂരിറ്റി, ഒരു അണ്ടർലൈൻ സെക്യൂരിറ്റീസ് വാങ്ങിക്കാനുള്ള റൈറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഓപ്ഷൻ ഹോൾഡറിനെ നമുക്കിന്ന് കോൾ ഓപ്ഷൻ എന്ന് പറയാം. ദെൻ നമുക്ക് നോക്കാനുള്ളത് പുട്ട് ഓപ്ഷനാണ്. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുകയാണെങ്കിൽ, ഒരു ഓപ്ഷനിൽ കൊണ്ട് നമുക്ക് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് പുട്ട് ഓപ്ഷൻ. വെൻ ദ ഓപ്ഷൻ ഹോൾഡർ ആസ് എ ഗിവൺ റൈറ്റ് ടു സെൽ സെക്യൂരിറ്റീസ് അറ്റ് എ പ്രീഡിറ്റർമിൻഡ് price on or before a specified date in future, it is called പുട്ട് ഓപ്ഷൻ. ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ നമുക്കൊരു സെക്യൂരിറ്റീസ് വാങ്ങിക്കാനുള്ള റൈറ്റ് കിട്ടണം, ഒരു ഓപ്ഷൻ വാങ്ങിച്ചാൽ കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് പുട്ട് ഓപ്ഷൻ എന്നാണ്. നെക്സ്റ്റ് പറയാനുള്ളത് കോർണറിങ്. കോർണറിങ് എന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. കോർണറിങ് എന്ന് പറഞ്ഞാൽ
നമ്മളുടെ മാർക്കറ്റിൽ ഷോർട്ടേജ് ഉണ്ടാക്കി വെക്കാം. ലാർജ് ക്വാണ്ടിറ്റീസ് ഒരു കമ്പനിയുടെ മുഴുവൻ സെക്യൂരിറ്റീസും വാങ്ങിച്ചു വെച്ചിട്ട് അതിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടാക്കുക. ആ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇല്ലാത്ത പോലെ ആക്കിയിട്ട് ആകെ വെയ്പൗട്ടാക്കി മാറ്റിയിട്ട് ദ സ്കേഴ്സിറ്റി ഓഫ് പെർട്ടിക്കുലർ സ്ക്രിപ്റ്റ് മേക്ക് ഇറ്റ് ഡെലിവറി അഗെയിൻസ്റ്റ് കോൺട്രാക്ട് ഡിഫിക്കൽറ്റി. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താണ്, ആ സമയത്താണ് നമ്മളുടെ ഷോർട്ട് സെല്ലിംഗ് ഒക്കെ വരിക. ഷോർട്ട് സെല്ലിങ്ങിലൊക്കെ ബാങ്ക്രപ്സി ഒക്കെ ആക്കി മാറ്റണം. അങ്ങനെ ആ സെക്യൂരിറ്റി അവിടെ വിൽക്കാണ്ടാവില്ല. അപ്പോൾ കിട്ടാതെ വരുമ്പോൾ അവർക്ക് എന്താ, ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൊണ്ട് കൂടും, ഉള്ളതിനേക്കാളും പ്രൈസ് കൂടും. മാർക്കറ്റിൽ ഇല്ലല്ലോ സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂടും. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇതിന് ആൾക്കാർ ഹയർ പ്രൈസിന്, ഈ ഷോർട്ട് സെല്ലിങ് ചെയ്ത ആൾക്കാർ 2 ദിവസത്തിനുള്ളിൽ സെക്യൂരിറ്റി കൊടുക്കണ്ടേ, ആവശ്യക്കാർക്ക് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കണ്ടേ. വിറ്റുണ്ടല്ലോ, നമ്മൾ വിറ്റ സാധനം എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഹയർ പ്രൈസിന് അവർ വാങ്ങിച്ചിട്ട് വിൽക്കും. അത് ഇവർക്ക് ലാഭം ഉണ്ടാക്കും. ആരാണോ കോർണറിങ് നടത്തിയ സ്പെക്കുലേറ്റർ അവർക്ക് ലാഭം ഉണ്ടാവും. അതാണ് ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ബൈയിങ് എ പർട്ടിക്കുലർ ഷെയർ ഇൻ എ ലാർജ് ക്വാണ്ടിറ്റീസ് ടു ക്രിയേറ്റ് എ ഷോർട്ടേജ് ഇറ്റ് സപ്ലൈ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് സ്പെക്കുലേറ്റർ വാങ്ങിച്ചു വെക്കുന്നു. ദ സ്കാർസിറ്റി ഓഫ് എ പർട്ടിക്കുലർ സ്ക്രീപ്പ് മേക്സ് ഇറ്റ് ഡെലിവറി അഗെയിൻസ്റ്റ് കോൺട്രാക്ട് ഡിഫിക്കൽട്ട്. അപ്പോൾ സ്കേഴ്സിറ്റി ഉണ്ടാക്കിയ ഈ സ്ക്രിപ്റ്റിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ സ്പെക്കുലേറ്ററിന് എന്താണ്, അയാളുടെ കോൺട്രാക്റ്റ് ഡിഫിക്കൽട്ട് ആക്കി മാറ്റുകയാണ് ചെയ്യുക. ദോസ് ഹൂ ഹാവ് sold short will be forced to buy at a higher prices so as to cover this position by fulfilling this order. ഈ ഷോർട്ട് സെല്ലിംഗ് നടത്തിയ ആള് കയ്യിൽ കാശില്ലാതെ, കയ്യിൽ സെക്യൂരിറ്റി ഇല്ലാതെ വിറ്റ ആള് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ആ പറഞ്ഞ സമയത്തിന് ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഹയർ പ്രൈസിന് ഈ സെക്യൂരിറ്റീസ് വാങ്ങിക്കും. അപ്പോൾ ടു കവർ ദിസ് പൊസിഷൻ ബൈ ഫുൾഫില്ലിങ് ദിസ് ഓർഡർ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇതൊരു ഹൈലി ആയിട്ട് സ്പെക്കുലേറ്റ് ചെയ്തിട്ട് ഈ കോർണർ നടത്തിയ ആൾക്ക് ഹൈ പ്രോഫിറ്റാണ് വരിക. ദെൻ പറയാനുള്ളത് റിഗ്ഗിങ് ആണ്. റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ ഇതും ഒരു തരം സ്പെക്കുലേറ്ററുടെ പരിപാടി തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ it is the practice of manipulating the share price so as to attract the investors to buy and sell more shares. അതായത് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കുറഞ്ഞ പ്രൈസിന് എടുക്കും, എന്നിട്ട് ഇവിടെ കൊടുന്ന് വലിയ പ്രൈസിന് വിൽക്കും. ഇവിടുന്ന് കുറഞ്ഞ പ്രൈസിന് കൊണ്ടുപോയിട്ട് അവിടെ കൂടിയ പ്രൈസിന് വിൽക്കും. അവിടെ കൂടാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് റിഗ്ഗിങ്. ഒരു മാനിപ്പുലേഷൻ നടത്തുകയാണ്. അത് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് ഫുള്ള് വാങ്ങിച്ചു വെക്കും. അവിടുന്ന് ഫുള്ള് വാങ്ങിച്ചിട്ട് ഇവിടെ കൊടുന്നിട്ട് വിൽക്കും. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ആകെ വെയ്പൗട്ടാക്കി ഉണ്ടാവും. അപ്പോൾ അവിടെ പ്രൈസ് ഇങ്ങനെ കൂടി വരും. പ്രൈസ് ഇങ്ങനെ കൂടി വരുന്നതെന്ന് കണ്ടാൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ട്, ഇവിടെ കൂടുതലുണ്ടാവുമല്ലോ, ഇവിടെ വിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ കൂടുതലുണ്ടാവും. അവിടെ നിന്ന് ഓരോന്ന് കൊടുന്ന് ഇവിടെ വിൽക്കല്ലേ, ഇവിടെ കുമിഞ്ഞ് എടുക്കണം. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്നെല്ലാം വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടിട്ട് പിന്നെയും വിൽക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, റിഗ്ഗിങ് എന്ന് പറയുന്നത് കുഴിച്ചെടുക്കുക, തുരപ്പന്മാരെ പോലെ കുഴിച്ചെടുത്തിട്ട് കൊണ്ടുപോയി ചെയ്യുക തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവുകയാണ്. നമുക്ക് ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് മാനിപ്പുലേറ്റിംഗ് ദ ഷെയർ പ്രൈസ് സോ ആസ് ടു അട്രാക്ട് ദ ഇൻവെസ്റ്റേഴ്സ് ടു ബൈ ആൻഡ് സെൽ മോർ ഷെയർസ്. അതായത് ഇത് പ്രൈസിൽ ഫ്ലക്ച്വേഷൻ നടത്താൻ മാനിപ്പുലേറ്റ് ചെയ്യുക. എങ്ങനെ, അവരുടെ ഷെയർസ് സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ദ സ്പെക്കുലേറ്റേഴ്സ് സിംപ്ലി പ്ലേസസ് ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ടു ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ്. അതായത് ഇവർ എന്താ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ടു ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ്. അതായത് ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാവും. ഒന്നിൽ എന്താണ്,
ഒരു ഓർഡർ കൊടുക്കും, മറ്റതിൽ വേറൊരു ഓർഡർ കൊടുക്കും. അങ്ങനെ അങ്ങനെ പരസ്പരം ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ദിസ് പ്രോസസ് ഇൻക്രീസസ് ദ ഷെയർ പ്രൈസ് ആർട്ടിഫിഷ്യലി ആൻഡ് അട്രാക്ട് ദ ഇൻവെസ്റ്റേഴ്സ്. ഇതിലൂടെ അവരുടെ ഷെയർ പ്രൈസ് ആർട്ടിഫിഷ്യലി ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഇത് ചെയ്തോടത്തൊക്കെ അങ്ങനെ തന്നെയാണ്. കോർണറിങ് ആണെങ്കിലും ആർട്ടിഫിഷ്യലി ആയിട്ടാണ് ഇവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ വെൻ ദ വോളിയം ഓഫ് ട്രേഡ് പ്രൈസ് ഇൻക്രീസസ് ദ മാനിപ്പുലേറ്റ്സ് ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. അപ്പം എന്താ ഉണ്ടാവുക, ഇവരുടെ ട്രേഡിന് പ്രൈസിൻ്റെ എന്താ ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ദെൻ എന്താണ് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് എടുക്കുകയും ചെയ്യും. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചോ രണ്ട് ബ്രോക്കറോ തമ്മിൽ എന്ത് ചെയ്യുക, ഇവർ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റേഴ്സ് എന്ത് ചെയ്യും, അവിടെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിക്കുന്നു, മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയി നിൽക്കുന്നുണ്ടാവും. അതേപോലെ അവിടെയും അപ്പ് ആൻഡ് ഡൗൺ ആയി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ മാനിപ്പുലേഷൻ നടത്തിയിട്ട് ലാഭം ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്, റിഗ്ഗിങ് എന്ന് പറയുന്നത്. ദെൻ പറയുന്നത് വാഷ് സെയിൽസ് ആണ്. വാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവായി കിടക്കുന്ന ഷെയർസ് ഉണ്ടാവും, തീരെ ആരും വാങ്ങിക്കാണ്ടിരിക്കുന്ന ഷെയർസ്. അതിന് വെറുതെ ചലനം, അത് വെറുതെ വാങ്ങിക്കുക വിൽക്കുക, അവൻ തന്നെ വാങ്ങിക്കുക, അവൻ തന്നെ വിൽക്കുക. ആരാണ് വിൽക്കണമെന്ന് അവിടെ മനസ്സിലാവണില്ല. അങ്ങനെ ചലനം ഉണ്ടാക്കിയിട്ട് വെറുതെ അതിനെന്ത് ചെയ്യുക, അതിനെ ആക്റ്റീവ് ആക്കുമ്പോൾ ആൾക്കാർ ഇത് നല്ല ബൂമിങ് പോകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ആ ഷെയർസ് വാങ്ങിച്ചു കൂട്ടും. അപ്പോൾ ഷെയർസ് വാങ്ങിച്ചു കൂട്ടിയിട്ട് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യും. അപ്പോൾ വിൽക്കുന്ന എന്താണ് ഈ സമയത്ത് ഈ വാഷ് സെയിൽസ് നടത്തിയ ആളെന്താ ചെയ്യുക, നല്ല ഹൈ പ്രൈസിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ വാങ്ങിച്ച ഷെയർസ് ഒക്കെ വിൽക്കും. അപ്പോൾ അയാൾക്ക് ലാഭമാണ് ഉണ്ടാവുക. അതാണ് വാഷ് സെയിൽസിൽ. ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഷെയർസ് സൈമൾട്ടേനിയസ്ലി ഓർ വിത്തിൻ ഷോർട്ട് പീരിയഡ് ടു റൈസ് പ്രൈസസ് ഓഫ് ഷെയർസ്. അതായത് കുറഞ്ഞ ടൈമിലേക്ക് അറ്റ് എ ടൈമിൽ തന്നെ ബൈയിങ്ങും സെല്ലിങ്ങും ഒരാൾ തന്നെ നടത്തുക, ഒരാളോ രണ്ടാളോ ആയിക്കോട്ടെ, നടത്തിയിട്ട് അത് ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഇല്യൂഷൻ ദാറ്റ് ദ ഷെയർ ഈസ് ആക്റ്റീവ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ദ ഷെയർ ഈസ് ആക്റ്റീവ് ആക്കാൻ വേണ്ടി. അതിലൂടെ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഡബിൾ ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഡബിൾ ഓപ്ഷൻ എന്നുള്ളത്? ഡബിൾ ഓപ്ഷൻ പറയുമ്പോൾ നമ്മൾ ആദ്യം ഓപ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ ഓർ സെൽ എ സെക്യൂരിറ്റി അറ്റ് എ ഫിക്സഡ് ഡേറ്റ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ഓൺ എ ഫിക്സഡ് ഡേറ്റ്. അങ്ങനെയാണ് ഫിക്സഡ് ഡേറ്റ്, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അത് വാങ്ങിക്കാം, ഒരു സെക്യൂരിറ്റി വാങ്ങിക്കാം അല്ലെങ്കിൽ വിൽക്കാം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഓപ്ഷൻ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഓപ്ഷൻ വാങ്ങിക്കുന്നത് പൈസ കൊടുത്തിട്ടാണ് ഈ ഓപ്ഷൻ വാങ്ങിക്കുന്നത്. അതെപ്പോഴും വിചാരിക്കണം. ഒരു സിറ്റിംഗ് നാമമാത്രമായ തുക കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഓപ്ഷൻ വാങ്ങിക്കുന്നത്. ഓപ്ഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് റൈറ്റ് ഉണ്ട്, റൈറ്റ് ടു ബൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ബൈ എനി സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റി വാങ്ങിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ബട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഹി പർച്ചേസ് എ ലോവർ പ്രൈസിന് സെക്യൂരിറ്റി വാങ്ങിക്കാനുള്ള കോൺട്രാക്റ്റ് വെക്കുന്നു. കോൺട്രാക്റ്റ് വെച്ചു, പക്ഷേ അത് അന്നല്ല ആ സെക്യൂരിറ്റി അയാൾക്ക് ഡെലിവറി ചെയ്യുക. അത് ഡെലിവറി ചെയ്യുന്നത് ഒരു നിശ്ചിത ഡേറ്റിലാണ്, ഫ്യൂച്ചർ ഡേറ്റിലാണ്. ഓപ്ഷൻ്റെ പ്രത്യേകത ഫ്യൂച്ചർ ഡേറ്റിലാണ്. 90 days വരെയാണ് ഇതിൻ്റെ കാലാവധി ഉണ്ടാവുക. ഫ്യൂച്ചർ ഡേറ്റിലാണ് ഇത് എന്തുണ്ടാവുക, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡെലിവറി നടക്കുകയും പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നത്. നമ്മളെ കയ്യിൽ നിന്ന് എത്ര രൂപ മാത്രമേ പോയിട്ടുള്ളൂ, കുറഞ്ഞ എമൗണ്ട് മാത്രമേ പോയിട്ടുള്ളൂ. നമ്മൾ ഓപ്ഷൻ വാങ്ങിക്കാനുള്ള കാശ് മാത്രമേ പോയിട്ടുള്ളൂ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കാത്തിരുന്നു. 90 days കഴിഞ്ഞു. 90 days കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സെക്യൂരിറ്റീസിൻ്റെ വില കൂടിയിട്ടില്ല. നമ്മൾ കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സെക്യൂരിറ്റീസ് ഭാവിക്ക് മേടിച്ചിട്ടുള്ളത്. പക്ഷേ സെക്യൂരിറ്റീസിൻ്റെ വില 90ാമത്തെ ദിവസം നോക്കുമ്പോഴും കുറഞ്ഞ് തന്നെ നിൽക്കുന്നത്. ഇതിനേക്കാളും നമ്മൾ പറഞ്ഞതിനേക്കാളും കുറവായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആ സെക്യൂരിറ്റീസ് വാങ്ങിച്ച കോൺട്രാക്റ്റ് നമ്മൾ വേണ്ട എന്ന് പറയുകയാണ്. നമുക്ക് ആകെ നഷ്ടം എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ,
പ്രീമിയം എമൗണ്ട്. നമ്മൾ ഓപ്ഷൻ വാങ്ങിച്ച മണി മാത്രമേ നമുക്ക് നഷ്ടമായിട്ടുണ്ടാവുള്ളൂ. അതാണ് ഡബിൾ ഓപ്ഷനിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഓപ്ഷൻ മണി അല്ലെങ്കിൽ പ്രീമിയം എമൗണ്ട് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇഫ് ബോത്ത് റൈറ്റ്സ് ആർ ഗിവൺ ടു ഓപ്ഷൻ ഹോൾഡർ. ഓപ്ഷൻ ഹോൾഡറിന് 2 റേറ്റും കൊടുക്കാറുണ്ട്. എന്നാൽ കോൾ ഓപ്ഷൻ്റെ റേറ്റും പുട്ട് ഓപ്ഷൻ്റെ റേറ്റും കൊടുക്കാറുണ്ട്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ ഓപ്ഷൻ. ഇതിനെ പറയുന്നത് ഡബിൾ ഓപ്ഷൻ എന്നാണ്. ഇഫ് എ സ്പെക്കുലേറ്റർ എക്സ്പെക്ട് ദാറ്റ് ദർ ഈസ് എ പോസിബിലിറ്റി ടു റൈസ് ഇൻ പ്രൈസസ്. സ്പെക്കുലേറ്ററുടെ മനസ്സിലെന്താണ്, ഇവരുടെ ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഹി വിൽ ബൈ എ കോൾ ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് വാങ്ങിക്കും, ബൈ ഓപ്ഷൻ വാങ്ങിക്കുന്നു. ഇൻ ദിസ് കേസ് ദ സ്പെക്കുലേറ്റർ ഈസ് ഏബിൾ ടു പർച്ചേസ് സെക്യൂരിറ്റീസ് അറ്റ് എ ലോവർ പ്രൈസ് ആൻഡ് സെൽ ഇറ്റ് അറ്റ് എ ഹയർ പ്രൈസ് വിച്ച് മേ ബി പ്രിവൈലിംഗ് ഇൻ ദ മാർക്കറ്റ് അറ്റ് ഫ്യൂച്ചർ ഡേറ്റ്. ഫ്യൂച്ചർ ഡേറ്റിൽ പ്രിവൈലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന് വിചാരിച്ച് ഈ ഷെയർ അപ്പോൾ വിൽക്കാമെന്ന് വിചാരിച്ചിട്ട്, ഭാവിയിൽ ഷെയറിൻ്റെ വാല്യൂ കൂടും, അപ്പോൾ നമുക്ക് വിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇയാൾ ലോവർ പ്രൈസിലുള്ള ഷെയർ വാങ്ങിക്കുകയാണ്. സ്പെക്കുലേറ്റർ വാങ്ങിച്ച് ഇഫ് ദ പ്രൈസ് ഈസ് നോട്ട് റൈസിങ് ആസ് പെർ ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ സ്പെക്കുലേറ്ററുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടില്ല എങ്കിൽ ഹി വിൽ നോട്ട് എക്സസൈസ് ദിസ് ഓപ്ഷൻ. അവയാൾ ഈ ഓപ്ഷൻ ഒരിക്കലും എക്സസൈസ് ചെയ്യില്ല. വെൻ ഹി ഈസ് നോട്ട് എക്സസൈസിങ് ദിസ് ഓപ്ഷൻ ഈസ് റിക്വയർഡ് ടു പേ ഓൺലി ദ പ്രീമിയം കോൾഡ് ഓപ്ഷൻ മണി. ഇത് ഓപ്ഷൻ എക്സസൈസ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് എത്ര മാത്രമേ പേയ്മെൻറ്റ് നടന്നിട്ടുള്ളൂ, പ്രീമിയം കോൾഡ് ഓപ്ഷൻ മണി. ഓപ്ഷൻ വാങ്ങിക്കാനുള്ള കാശ് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. അതാണ് ഡബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി മാർജിൻ ട്രേഡിംഗ് ആണ് ഇനി പറയാനുള്ളത്. മാർജിൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോക്കർ അദ്ദേഹത്തിന് ഈ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കാശുണ്ടാവില്ല. കയ്യിൽ കാശില്ലാത്ത സമയത്ത് ലോണായിട്ടോ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നോ പണം കടമായി വാങ്ങിച്ചുകൊണ്ട് അതിൽ നിന്ന് ആ പൈസ ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ നടത്തുകയാണ്. അതിന് വേണ്ടിയിട്ട് പണം ഈ ബാങ്കറിൽ നിന്നോ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സിൽ നിന്നോ പണം കടമെടുക്കുന്ന ആ എമൗണ്ട് എന്തായിട്ട് ഉപയോഗിക്കുകയാണ്, മാർജിനായിട്ട് ഉപയോഗിക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് മാർജിൻ ട്രേഡിംഗ് എന്ന്. ഓക്കെ. സെക്യൂരിറ്റീസ് ക്യാൻ ബി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ഓർ മിക്സ് ഓഫ് ക്യാഷ് സം ബോറോഡ് ഫണ്ട്സ്. അതായത് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നത് ഒന്നുകിൽ കാശിന് അല്ലെങ്കിൽ മിക്സ് ഓഫ് ക്യാഷ് ആൻഡ് സം ബോറോഡ് ഫണ്ട്സ്. ക്യാഷും സം ബോറോഡ് ഫണ്ട്സും ഉപയോഗിച്ചിട്ടുള്ള മിക്സ് ഓഫ് ക്യാഷ് കൊണ്ട് മിക്സ് ആയിട്ടാണ് ചിലർ സെക്യൂരിറ്റീസ് വാങ്ങിക്കുക. ബൈയിങ് ആൻഡ് ബോറോഡ് ഫണ്ട്സ് പെർമിറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ബൈ സെക്യൂരിറ്റി അറ്റ് എ ഗുഡ് പ്രൈസ് അറ്റ് എ ഗുഡ് ടൈം. നമ്മൾ ബോറോഡ് ഫണ്ട് ഉപയോഗിച്ച് ഇൻവെസ്റ്റേഴ്സ് സെക്യൂരിറ്റീസ് ബൈ ചെയ്യുന്നത് ഒന്നുകിൽ എന്തായിരിക്കും, ബൈ എ സെക്യൂരിറ്റി അറ്റ് എ ഗുഡ് പ്രൈസിന് ആൻഡ് ഗുഡ് ടൈമിലാണ് വാങ്ങിക്കുക. ദ ബോറോഡ് മണി ഫ്രം എ ബാങ്കർ ഓർ എ ബ്രോക്കർ ടു എക്സിക്യൂട്ട് എ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ഈസ് റെഫേർഡ് ടു ആസ് യൂസിങ് മാർജിൻ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്യാഷ് ബ്രോക്കറിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കറിൽ നിന്നോ മണി ലെൻഡറിൽ നിന്നോ പണം കടമായിട്ട് വാങ്ങിക്കണമെങ്കിൽ അതെന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്, മാർജിനായിട്ട് യൂസ് ചെയ്യുന്നു. ബ്രോക്കർ ആർ അലൗഡ് ടു പ്രൊവൈഡ് ദ മാർജിൻ. ബ്രോക്കറും എന്ത് ചെയ്യുന്നു, അലൗഡ് ടു പ്രൊവൈഡ് എ മാർജിൻ. ബ്രോക്കറും കൊടുക്കാറുണ്ട്, ബാങ്കർ കൊടുക്കാറുണ്ട്, അതേപോലെ തന്നെ ആര് കൊടുക്കാറുണ്ട്, നമ്മളുടെ പിന്നെ ബ്രോക്കർക്കും കടം മേടിച്ചിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ബ്രോക്കർ ഒരു നിശ്ചിത തുക, 1 കോടിയൊക്കെയാണ് നിശ്ചിത തുകയൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ബ്രോക്കർ ആവാൻ പറ്റുള്ളൂ. പക്ഷേ ബ്രോക്കർക്കും എന്ത് ചെയ്യാം, കടം മേടിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ബ്രോക്കറും എന്ത് ചെയ്യാറുണ്ട്, ബ്രോക്കർ ആർക്ക് കടം കൊടുക്കാറുണ്ട്, അവരുടെ ഇൻവെസ്റ്റേഴ്സിന് കടം കൊടുക്കാറുണ്ട്. ബ്രോക്കേഴ്സ് ബോറോ ദ റിമൈനിങ് ഫണ്ട്സ് ഫ്രം എ മണി ലെൻഡേഴ്സ് വിത്ത് whom they lodge the shares to as collateral for the loan. The safety of this mechanism rests on the risk management capabilities of the stock broker and the lender. അതേപോലെ തന്നെ സേഫ്റ്റി എങ്ങനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് ഇത് നടക്കുന്നത്, എന്താണ്, നമുക്ക് കിട്ടുന്ന
പണത്തിന്മേന്ന് ബെനിഫിറ്റ് കിട്ടിയ കൃത്യമായിട്ട് അടക്കുന്ന ആ എന്താണ് സേഫ്റ്റി മെക്കാനിസം ഉള്ളത് നമ്മളെടുക്കുന്ന എന്തിൻ്റെ മുകളിലാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയറിൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുക, ആ റിട്ടേണിൻ്റെ ബെനിഫിറ്റിനനുസരിച്ചാണ് നമ്മളിത് പണം കടം മേടിച്ചതിൻ്റെ പണം തിരിച്ചടവ് നടത്തുന്നത്. അപ്പം നമ്മൾക്ക് അതിൻ്റെ സേഫ്റ്റിക്ക് അനുസരിച്ച് തന്നെ ഇവിടെയും സേഫായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാർജിൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ മാർജിന് വെച്ചിട്ട് നമ്മൾ പണം കടം മേടിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത് തന്നെയാണ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ബ്ലാങ്കായിട്ട് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡീഡിൽ ഒരു പേരോ ഒന്നും ഉണ്ടാവില്ല, എത്ര എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് നടന്നു, അങ്ങനത്തെ ഒരു കാര്യവും ഇല്ലാണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്ന ബ്ലാങ്ക് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് നോട്ട് എ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്പെക്കുലേറ്റീവ് പർപ്പസ്. ഇതൊരു സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ അല്ല, പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് സ്പെക്കുലേറ്റീവ് പർപ്പസിനാണ്. ദ സെല്ലർ സിംപ്ലി സൈൻസ് ദ ട്രാൻസ്ഫർ ഡീഡ് വിത്തൗട്ട് മെൻഷൻ ഇൻ ദ നെയിം ഓഫ് ദ ട്രാൻസ്ഫറി. സെല്ലർ എന്താ പറയുക, ട്രാൻസ്ഫർ ഡീഡിൽ സൈൻ ചെയ്യും, പക്ഷേ വിത്തൗട്ട് ദ നെയിം ഓഫ് ദി ട്രാൻസ്ഫറിയുടെ നെയിം കൊടുക്കൂല, പക്ഷെ ട്രാൻസ്ഫർ ഡീഡ് സൈൻ ചെയ്യും. സോ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് എനി നമ്പർ ഓഫ് ടൈംസ്. അതുകൊണ്ട് തന്നെ ഇത്തരം എന്താ പറയുക ട്രാൻസ്ഫർ പല പ്രാവശ്യവും നടത്താൻ പറ്റും, കുറേ പ്രാവശ്യം നടക്കാം. ഇറ്റ് ഈസ് കാൾഡ് ബ്ലാങ്ക് ട്രാൻസ്ഫർ. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേര് ബ്ലാങ്ക് ട്രാൻസ്ഫർ. ഒരു പേരും ഇല്ലാണ്ട് കൊടുക്കുകയാണ്, വെറും സൈന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കളിക്കുക, ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയും. ഇറ്റ് ഫെസിലിറ്റേറ്റ് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് ത്രൂ ബദല ട്രാൻസാക്ഷൻസ്. ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ബദല ട്രാൻസാക്ഷൻ മുഖേനയാണ്. ഇറ്റ് ഇൻവോൾവ്സ് ടെമ്പററി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. ഇത് ടെമ്പററി പർച്ചേസ് ഓഫ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എന്ന് പറയുമ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ ഡീഡിൽ എന്തില്ല, വെറും സൈനും മാത്രമേ ഉണ്ടാവുള്ളൂ, പേരോ അങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് പറയാനുള്ളത് ബദ്ല ഫിനാൻഷ്യേഴ്സ് ആണ്. ബദ്ല ഫിനാൻഷ്യേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഫിനാൻസ് നൽകുന്നവർ തന്നെയാണ്. നമ്മളുടെ ട്രേഡിങ്ങിന് ആവശ്യമായ ഫണ്ട് തരുന്നവരാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കോളും. T+2 സിസ്റ്റത്തിൽ ട്രേഡിങ് നടത്തുന്ന സമയത്ത് ഇവർക്ക് ഇപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണ് ചെയ്യുക. ഒരു മാർജിൻ വെച്ചിട്ട്, നേരത്തെ പറഞ്ഞില്ലേ മാർജിൻ, ആ മാർജിൻ വെച്ചിട്ട് പോവും. അതിൻ്റെ ആ മാർജിനിൽ നിന്ന് ഇവർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അതിൽ നിന്നിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. ദേ ആർ ദോസ് മെമ്പേഴ്സ് മെയിൻ ഫങ്ഷൻ ഈസ് ടു ഗീവ് ഫിനാൻസ് ഫോർ ക്യാരി ഫോർവേഡ് ഡീൽ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഇൻ റിട്ടേൺ ഫോർ ഇൻട്രസ്റ്റ്. They also lend securities for the brokers who have oversold at the time of settlement. ഇവർ ആർക്കും കൂടി ലോൺ കൊടുക്കാറുണ്ട്, ബ്രോക്കേഴ്സിനും ലോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസിൽ വരുന്നത്. ഏതൊക്കെയാണ്? ബ്ലാങ്ക് ട്രാൻസ്ഫർ, ഡബിൾ ഓപ്ഷൻ, മാർജിൻ ട്രേഡിങ്, വാഷ് സെയിൽസിൽ ഇനാക്റ്റീവ് ആയത് ആക്റ്റീവ് ആക്കുന്നു, റിഗ്ഗിങ്ങിൽ രണ്ടോ അതിലധികമോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഒറ്റ ടൈമിൽ തന്നെ അവിടെയും ഇവിടെയും ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുന്നു. അതേപോലെ തന്നെ എന്നിട്ട് അത് ആർട്ടിഫിഷ്യലി ബൂസ്റ്റപ്പ് ചെയ്യുന്നു, പ്രൈസ് ബൂസ്റ്റപ്പ് ചെയ്യുന്നു, അതിൽ നിന്ന് വോളിയം ട്രേഡ് കൂട്ടിയിട്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കുന്നു. കോർണറിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നോക്കിയാൽ അത്തരം സെക്യൂരിറ്റീസിന് കാണാൻ പോലും ഉണ്ടാവില്ല, ഒക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ മൊത്തത്തിലാണ്ട് വിറ്റെടുക്കും. അങ്ങനെ പണം ഉണ്ടാക്കുന്നവരാണ് കോർണറിങ്. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെല്ലാണ്. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ ആണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ ഓർ സെൽ എൻ അണ്ടർലൈങ് അസറ്റ് ഓൺ ഓർ ബിഫോർ ഗിവൺ ഡേറ്റ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ആണ്. ഇതൊക്കെയാണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.